അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാനുള്ളവരായ ആളുകൾ, അതുപോലെ തന്നെ തങ്ങളുടെ ഈമാനിനെ അക്രമവുമായി കൂട്ടിക്കലർത്താത്തവർ, ഉലൈക ലഹുമുൽ അംന്, അവർക്കാണ് നിർഭയത്വമുള്ളത്, വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്ത് പ്രാപിച്ചവർ. നമ്മളെല്ലാവരും, മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, തേടുന്ന കാര്യമാണ് അംന് എന്നുള്ളത്, നിർഭയത്വം എന്നുള്ളത്. അതുണ്ടാകാൻ വേണ്ട രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തേത് അള്ളാഹുവിലുള്ള കൃത്യമായ ഈമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ ഈമാൻ നമുക്കുണ്ടാവലാണ്. രണ്ടാമത്തേത് ആ ഈമാനിൽ ദുൽമ കലർത്താതിരിക്കലാണ്. എന്താണ് ഈമാനിൽ ദുൽമ കലർത്തുക എന്ന് പറഞ്ഞാൽ? സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മ നസലത് ഹാദിഹിൽ ആയ, നമ്മൾ ഈ പറഞ്ഞ ആയത്തുണ്ടല്ലോ, അത് അവതരിച്ചപ്പോൾ ശഖ്ഖ ദാലിക അലാ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാന്മാരായ സ്വഹാബത്തിന് പ്രയാസം തോന്നി. വഖാലു, അവർ പറഞ്ഞു, അയ്യുന ലം യദ്ലിം നഫ്സഹ്, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് സ്വന്തത്തോട് അക്രമം കാണിക്കാത്തവരായിട്ടുള്ളത്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ കമാ തദന്നൂൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല വിഷയം. ഇന്നമാ ഹുവ കമാ ഖാല ലുഖ്മാനു ലിബ്നിഹി, വിഷയം എന്താണ്? ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനോട് പറഞ്ഞതുപോലെയാണ്. എന്താണ് അദ്ദേഹം തൻ്റെ മകനോട് പറഞ്ഞത്? യാ ബുനയ്യ, എൻ്റെ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ഷിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം, ഷിർക്ക് എന്ന് പറയുന്നത് അത് വലിയ അക്രമമാണ്, വമ്പിച്ച അക്രമമാണ് എന്ന് ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനോട് പറഞ്ഞതുപോലെയാണ് വിഷയമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ നിർഭയത്വം നമ്മൾ തേടുന്നുണ്ടെങ്കിൽ, നിർഭയത്വം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനടിസ്ഥാനപരമായും വേണ്ടത് കൃത്യമായ ഈമാനാണ്. അതുപോലെ തന്നെ ആ ഈമാനിൽ അല്പം പോലും ഷിർക്ക് കലരാതിരിക്കലാണ്. മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, അൽ അംനു ലൈസ ബികസ്റത്തിൽ ജുനൂദ്, നിർഭയത്വമുണ്ടാകുന്നത് വലിയ സൈനിക ബലമുണ്ടാകുമ്പോഴല്ല, വലാ ബിഖുവത്തി സിലാഹ്, അതുപോലെ തന്നെ ആയുധത്തിൻ്റെ ശക്തി കൊണ്ടല്ല, അതുപോലെ തന്നെ നമുക്ക് നിരീക്ഷിക്കാനുള്ള കേന്ദ്രങ്ങളൊക്കെ നന്നായി ഉണ്ടാകും എന്നതുകൊണ്ടുമല്ല, മറിച്ച് നിർഭയത്വം എന്നത് ഫി ഹാദൽ അംറൈനി ഫഖത്ത്, ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ്. ഒന്നാമത്തേത് കൃത്യമായ ഈമാൻ, രണ്ടാമത്തേത് ആ ഈമാനിൽ ഒരല്പം പോലും ഷിർക്ക് കലരാതിരിക്കുക എന്നുള്ളതാണ്.